അങ്ങനെ പൃഥ്വിരാജിൻ്റെ ഒടിയൻ സിനിമ ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബ്രഹ്മയുഗം, ഭൂതകാലം, ഡൈസറെ പോലുള്ള ചിത്രങ്ങളൊക്കെ ഡയറക്ടറുള്ള രാഹുൽ സദാശിവനാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തൊരുക്കുന്നത്. ചിത്രത്തിൽ നായികയെ മഞ്ജു വാര്യർ വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ ടൈറ്റിൽ റിവീലിംഗും ഇന്ന് നടന്നിരിക്കുകയാണ്. കിടിലം ഒരു ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു പേടിപ്പിക്കൽ പരിപാടി ഇതിലൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഈ ഒരു ടൈറ്റിൽ ലുക്ക് വഴി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ധനുഷിന്റെ ലീഡിൽ മമ്മൂക്കയോടൊപ്പം പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് D55 എന്ന ചിത്രം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ റിവീലിംഗ് ഈ വരുന്ന ജൂൺ 18 ഉണ്ടായിരിക്കും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിനെ കമന്റ്സ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചുള്ളത് കങ്കുവ 2 പറ്റിയാണ്. ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ളത് കങ്കുവ 2 അടുത്ത വർഷം സംഭവിക്കുന്നതാണ്. അടുത്തായി ചോദിച്ചുള്ളത് ടോക്സിക് ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയൊരു അപ്ഡേറ്റ് ആണ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിനെ പറ്റി വരുന്ന അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് രാമായണ ചിത്രത്തിന്റെ ഒക്കെ കൂടെ തന്നെ റിലീസിന് എത്താനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിലായിട്ട് ചിത്രത്തിന്റെ റിലീസ് എക്സ്പെക്ട് ചെയ്താൽ മതി എന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്തായി ചോദിച്ചുള്ളത് ധ്രുവ നക്ഷത്രം എന്ന ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയാണ്. ചിത്രം ഈ വരുന്ന ജൂൺ 15 റിലീസ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ബട്ട് ഹൈക്കോടതിയിൽ നിന്നൊക്കെ തന്നെ റിലീസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ റിലീസിനുള്ള അനുമതി ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നീടും GVM കുറേ സ്ട്രഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വരുന്ന ജൂലൈ 15 അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്തായി ചോദിച്ചുള്ളത് നോബഡി എന്ന ചിത്രത്തെ പറ്റിയാണ്. ലിഫ്റ്റിലടക്കം ഏകദേശം 5ഓളം ഫൈറ്റ് സീക്വൻസ് ഈ ഒരു പടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടറാണ് കെട്ടിയോളൻ്റെ മാല, റോഷാക്ക് പോലുള്ള സിനിമകളൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ളത്. ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിഷ് ഓഫ് മേക്കിംഗ് സ്റ്റൈലിലുള്ള പടമാണ് നോബഡി എന്ന് ആ ഒരു ടീസർ വഴി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പടം ഈ വരുന്ന ജൂലൈ 3 റിലീസിന് പ്ലാൻ ചെയ്യുന്നതാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്തത് ചോദിച്ചുള്ളത് ലോക 2 പറ്റിയാണ്. ലോക 2 ഷൂട്ടും പരിപാടികളും വർക്കുകളൊക്കെ തന്നെ നെക്സ്റ്റ് ഇയർ ബിഗിനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തത് ചോദിച്ചുള്ളത് വാഴ 3 പറ്റിയാണ്. ചിത്രത്തിൻ്റെ റൈറ്റർ ആയിട്ടുള്ള വിപിൻ ദാസിൻ്റെ ഡയറക്ടോറിക്കൽ ഒരു പടം വരുന്നത് സന്തോഷ് ട്രോഫിയാണ്. മിക്കവാറും ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കിയ ശേഷമേ ഇനി വാഴ 3 സ്ക്രിപ്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിക്കുക എന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. രാഘവ ലോറൻസിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന കാഞ്ചന ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രമാണ് കാഞ്ചന 4 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിലെ ഹൊറർ സീക്വൻസിന്റെയും കോമഡി പോർഷൻസിന്റെയൊക്കെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ പൂജയൊക്കെ കൂടാതെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലായിട്ട് നയൻതാര എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. നയൻതാര ഈ ഒരു ചിത്രത്തിൽ ഫ്ലാഷ് ബാക്ക് പോർഷൻസിലൊക്കെ ആയിട്ടായിരിക്കും എത്തുക എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അതിലൂടെ തന്നെ പുള്ളിക്കാരിയായിരിക്കും മെയിൻ ഗോസ്റ്റ് ആയിട്ട് എത്തുക. ഈ ഒരു പടത്തിൽ നയൻതാരയ്ക്ക് വരെ ആദ്യം കാസ്റ്റ് ചെയ്തിട്ടുള്ളത് രശ്മിക മന്ദാനയായിരുന്നു. ബട്ട് പുള്ളിക്കാരിയുടെ ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണമാണ് പുള്ളിക്കാരി ഈ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. നയൻതാര ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ജൂൺ 20 ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. തലൈവർ രജനികാന്ത് നായകനെ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തലൈവർ 173 എന്ന ചിത്രം. ഈ ഒരു പടത്തിലെ തലൈവറിൻ്റെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇവരുന്ന ജൂൺ എൻഡിനോ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ച് അടുത്ത വർഷം സമ്മർ റിലീസാണ് ചിത്രം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. റാംചാൻ്റെ ലീഡിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പെഡി എന്ന ചിത്രം. നാളെ മുതൽ ചിത്രത്തിൻ്റെ എക്സ്റ്റൻഡഡ് കട്ട് വെർഷനും തിയേറ്റർ റിലീസിനെത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏകദേശം 3ഓളം പുതിയ സീൻസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ജാൻവി കപൂറിൻ്റെ 2 സീൻസും ജഗപതി ബാബുവിൻ്റെ ഒരു സീനുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ചിത്രം വെയിലുമായിട്ട് 11 ദിവസം കൊണ്ട് 310 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. SS രാജമൗലിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് വാരണാസി എന്ന പടം. പടത്തിന് 1000 കോടിയായിരുന്നു റിലീസിന് മുമ്പേ ബഡ്ജറ്റ് ഇട്ടത്. ബട്ട് ഷൂട്ട് ചെയ്ത് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാത്ത അവസ്ഥയാണ്. കാരണം ചിത്രത്തിൻ്റെ ഏകദേശം 75 to 80% ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 1700 കോടി രൂപയാണ് ചിത്രത്തിന് ഇതുവരെ സ്പെൻഡ് ആയിട്ടുള്ളത്. ഇനി ഏകദേശം 20% ഷൂട്ടും കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതിന് തന്നെ ഏകദേശം 400 തൊട്ട് 500 കോടി രൂപയ്ക്ക് അടുത്തോളം ചിലവ് വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും CG വർക്കുകളും VFX വർക്കുകളും വരും. അതിന് തന്നെ ഏകദേശം 100 to 200 കോഴ്സിന് അടുത്ത് വരെ കോസ്റ്റ് ആകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മിനിമം ഈ ഒരു പടം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 2300 കോടി രൂപയെങ്കിലും വരുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത നമ്മുടെ ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന മോസ്റ്റ് എക്സ്പെൻസീവ് പടം ഇപ്പോൾ വാരണാസി ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ജയിലർ, ഡോക്ടർ പോലുള്ള സിനിമയുടെ ഡയറക്ടർ നെൽസൺ ഏറ്റവും പുതിയ സൂര്യയ്ക്ക് വേണ്ടി ഒരു സിനിമ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നതാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് സൂര്യയുടെ 50ാമത്തെ ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. സിത്താര എൻ്റർടൈൻസ് ആയിരിക്കും ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. ഇതും ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടികളൊക്കെ തന്നെയാണ് പിടിച്ചിട്ടുള്ള ഒരു പടം തന്നെ ആയിരിക്കും. ഇപ്പോൾ സൂര്യയുടെ 50ാമത്തെ പടം ആയതുകൊണ്ടൊക്കെ തന്നെ കിടിലും ഒരു പ്രൊജക്റ്റ് ആകാനുള്ള ഹൈ ചാൻസസ് ഒക്കെ തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെ ആ ഒരു റീയൂണിയൻ പരിപാടിയുള്ള ചിത്രത്തിന് ശേഷമായിരിക്കും ഈ ഒരു പടത്തിന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒക്കെ തന്നെ വരിക, അല്ലെങ്കിൽ ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്യുക എന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അർജുൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു ബ്ലാസ്റ്റ് എന്ന പടം. ഈ ഒരു പടം ഇപ്പോൾ വെയിലൂടായിട്ട് 70 കോടി രൂപയോളം കളക്ട് ചെയ്തിരിക്കുകയാണ്. പടത്തിൻ്റെ OTT റിലീസ് എന്ന് വരുമെന്ന് മിക്ക വീഡിയോസിൻ്റെ താഴെ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂൺ 25 ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസിന് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ
അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കളക്ഷനും ഗ്രോത്തൊക്കെ കിട്ടുന്നതുകൊണ്ടൊക്കെ തന്നെ ഇതിനും കുറച്ചുകൂടെ ലേറ്റ് ആയാലും കുഴപ്പമില്ലെന്നൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ കറൻലി വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം വരുന്ന ജൂൺ 25 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസിന് എത്തിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പ്രഭാസിൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ തിയേറ്റർ റിലീസിനുണ്ടെങ്കിൽ പോലും ആ ഒരു പടങ്ങൾക്കൊന്നെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിന് ഡിമാൻഡ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ പോലും അതിനൊരു ഹോപ്പോ ഹൈപ്പോ കിട്ടാനില്ലായിരുന്നു. പക്ഷേ അർജുൻ റെഡ്ഡി പോലുള്ള ആനിമലിൻ്റെയൊക്കെ ഡയറക്ടോറിക്കലി ഒരു പ്രഭാസ് ചിത്രം വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന ഒക്ടോബർ 23 പുറത്തിറക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അപ്ഡേറ്റിനായി കാത്തിരിക്കുക.